നമസ്കാരം. നിയമലംഘനങ്ങൾക്ക് കടുത്ത ശിക്ഷയാണ് UAE-യിൽ എല്ലായിടത്തും നൽകുന്നത്. ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികളുള്ള സ്ഥലമായതിനാൽ ഓരോ രാജ്യത്തു നിന്നും എത്തുന്നവരുടെ മനസ്ഥിതി അനുസരിച്ച് നിയമം പാലിക്കലും നിയമം ലംഘിക്കലുമൊക്കെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര കടുത്ത നിയമം ഉണ്ടായിട്ടും ദുബായിലെ റോഡുകളിൽ അപകടങ്ങൾ കുറയുന്നില്ല. നിയമം നടപ്പാക്കുന്നതിൽ കാർക്കശ്യമുള്ള ദുബായ് സർക്കാർ നിയമങ്ങൾ കൂടുതൽ കടുപ്പിക്കുകയാണ്. യാത്രക്കാരെ ഉപദ്രവിക്കാനല്ല, യാത്രക്കാരുടെയും പൊതുജനങ്ങളുടെയും സുരക്ഷയാണ് ദുബായിയെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനം. ഓഗസ്റ്റ് വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ 94 അപകടങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവയെല്ലാം നിയമം പാലിക്കാതെ വാഹനം ഓടിച്ചതുവഴി സംഭവിച്ച അപകടങ്ങളാണ്. യാത്രക്കാരുടെ സുരക്ഷയും സൗകര്യവും പരിഗണിച്ച് ശക്തമായ പെരുമാറ്റച്ചട്ടങ്ങൾ അവതരിപ്പിച്ചിരിക്കുകയാണ് ദുബായ് മെട്രോ. അവ ലംഘിക്കുന്നവർക്ക് കനത്ത പിഴയാണ് ദുബായ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി മുന്നോട്ട് വയ്ക്കുന്നത്. ദുബായ് മെട്രോയിലേക്ക് ഓടിക്കയറുക, ക്യാബിൻ മാറി കയറുക, കുട്ടികളെ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുക തുടങ്ങി നിരവധി കാര്യങ്ങൾക്ക് കർശനമായ വിലക്കാണ് അധികൃതർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അനാവശ്യമായ പിഴയിൽ നിന്ന് രക്ഷപ്പെടാനും മറ്റുള്ളവരുടെ കൂടി യാത്ര സുഗമമാക്കാനും ദുബായ് മെട്രോ യാത്രക്കാർ ഈ പെരുമാറ്റച്ചട്ടങ്ങൾ അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. ട്രെയിനിന്റെ വാതിലുകളിൽ നിൽക്കുക, ക്യൂ ലംഘിച്ച് നീങ്ങുക, മറ്റു യാത്രക്കാരെ പരിഗണിക്കാത്ത രീതിയിൽ പ്രവർത്തിക്കുക തുടങ്ങിയവയും ദുബായ് മെട്രോ വിലക്കിയിട്ടുണ്ട്. ചില പ്രധാന കുറ്റകൃത്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട ശിക്ഷകളെയും കുറിച്ചാണ് ഇനി പറയുന്നത്. ഈ പറയുന്ന കുറ്റകൃത്യങ്ങൾക്ക് 100 ദിർഹം പിഴ ലഭിക്കും. ഏതെങ്കിലും രീതിയിലുള്ള ശല്യം ഉണ്ടാക്കുകയോ മറ്റ് യാത്രക്കാർക്ക് അസൗകര്യം ഉണ്ടാക്കുകയോ ചെയ്യുക, ഭിന്നശേഷിക്കാർ പോലെയുള്ള പ്രത്യേക ഗ്രൂപ്പുകൾക്കായി നീക്കിവെച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരിക്കുക, നിരോധിത മേഖലകളിൽ ഭക്ഷണം കഴിക്കുകയോ പാനീയങ്ങൾ കുടിക്കുകയോ ചെയ്യുക, കാഴ്ച വൈകല്യമുള്ളവർക്ക് വഴികാട്ടിയായ നായകൾ ഒഴികെ വളർത്തുമൃഗങ്ങളെ പൊതുഗതാഗതത്തിലേക്ക് കൊണ്ടുവരിക, മുന്നറിയിപ്പ് അടയാളമുള്ള നോ അഡ്മിഷൻ മേഖലകളിൽ പ്രവേശിക്കുക, യാത്രക്കാർക്കുള്ളതല്ലാത്ത ഇടങ്ങളിൽ നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുക, ഇരിപ്പിടങ്ങളിൽ കാലുകൾ കയറ്റിവെക്കുക, അവ കേടുവരുത്തുകയോ വൃത്തികേടാക്കുകയോ ചെയ്യുക, ലിഫ്റ്റും എസ്കലേറ്ററും ദുരുപയോഗം ചെയ്യുക, മെട്രോയിലേക്ക് ഓടിക്കയറുകയോ ചാടിക്കയറുകയോ ചെയ്യുക, വാഹനം നീങ്ങുമ്പോൾ വാതിലുകൾ തുറക്കുകയോ മെട്രോയിലേക്ക് കയറുകയോ ഇറങ്ങുകയോ ചെയ്യുക, മറ്റുള്ളവർക്ക് അസൗകര്യം ഉണ്ടാക്കുക, അതോ സുരക്ഷ അപകടപ്പെടുത്തുന്നതോ ആയ സാധനങ്ങൾ കൊണ്ടുപോവുക എന്നിവയ്ക്കാണ് 100 ദിർഹം പിഴയായി അടക്കേണ്ടി വരിക. ഇനി 200 ദിർഹം പിഴ ലഭിക്കുന്ന കുറ്റകൃത്യങ്ങളിലേക്കാണ്. പൊതുഗതാഗതം ഉപയോഗിക്കുന്നതിനുള്ള ടിക്കറ്റ് ഇല്ലാതെ ഫെയർ സോണുകളിൽ പ്രവേശിക്കുക, ഒരു സാധുവായ നോൾ കാർഡ് കാണിക്കുന്നതിൽ പരാജയപ്പെടുകയോ കാലഹരണപ്പെടുകയോ അസാധുവായ കാർഡുകൾ ഉപയോഗിക്കുകയോ മറ്റുള്ളവരുടെ കാർഡുകൾ ഉപയോഗിക്കുകയോ ചെയ്യുക, മുൻകൂർ അനുമതിയില്ലാതെ നോൾ കാർഡുകൾ വിൽക്കുക, തുപ്പൽ, മാലിന്യം വലിച്ചെറിയൽ തുടങ്ങിയ ഏതെങ്കിലും രീതിയിൽ മെട്രോയെ വൃത്തികേടാക്കുക, ഏതെങ്കിലും പൊതുഗതാഗത സൗകര്യങ്ങളിൽ വെച്ച് പുകവലിക്കുക, അനുമതിയില്ലാത്ത സാധനങ്ങൾ വിൽക്കുകയോ പരസ്യം ചെയ്യുകയോ ചെയ്യുക, ഇൻസ്പെക്ടർമാരിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അവഗണിക്കുകയോ അവരുടെ ചുമതലകൾ തടസ്സപ്പെടുത്തുകയോ ചെയ്യുക, സൈൻ ബോർഡുകളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന നിയമങ്ങൾ അവഗണിക്കുക, ഡ്രൈവർമാരെ തടസ്സപ്പെടുത്തുന്നതോ ശ്രദ്ധ തിരിക്കുന്നതോ ആയ പെരുമാറ്റങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം 200 ദിർഹം പിഴ അടക്കേണ്ടി വരും. ഇനി നിരോധിത സ്ഥലങ്ങളിൽ ഉറങ്ങുന്നതിന് 300 ദിർഹമാണ് പിഴയായി നിശ്ചയിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ഗുരുതരമായ കുറ്റകൃത്യങ്ങളെ കുറിച്ചാണ്. ഇവയ്ക്ക് വലിയ പിഴ നൽകേണ്ടി വരും. 1000 ദിർഹമാണ് പിഴ. ആയുധങ്ങൾ, മൂർച്ചയുള്ള ഉപകരണങ്ങൾ, തീപിടിക്കുന്ന വസ്തുക്കൾ തുടങ്ങിയ അപകടകരമായ വസ്തുക്കൾ കൈവശം വയ്ക്കൽ, നിരോധിത മേഖലകളിൽ പ്രവേശിക്കുക, നിയുക്ത പ്രദേശങ്ങൾക്ക് പുറത്ത് മെട്രോ റെയിൽ ട്രാക്കുകൾ മുറിച്ചു കടക്കുക തുടങ്ങിയവയ്ക്കാണ് 1000 ദിർഹം പിഴയായി അടക്കേണ്ടി വരിക. ഇനി അതുക്കും മേലെ എന്നൊക്കെ പറയും പോലെയാണ് അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ. അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് 2000 ദിർഹം പിഴയായി നൽകേണ്ടി വരും. കാരണമില്ലാതെ എമർജൻസി ബട്ടണുകൾ അമർത്തുക, സുരക്ഷാ ഉപകരണങ്ങളോ എമർജൻസി എക്സിറ്റുകൾ പോലുള്ള ഉപകരണങ്ങളോ അനാവശ്യമായി ഉപയോഗിക്കുക തുടങ്ങിയവയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, ഇന്നാടും മലയാളം.